ഏവർക്കും എക്സലൻ്റ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ടോപ്പിക്ക് ജനറൽ സൈക്കോളജി വിഭാഗത്തിൽ നിന്നും ഇഗ്നോ അടക്കം വിവിധ യൂണിവേഴ്സിറ്റികൾ തുടർച്ചയായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന സെൻട്രൽ നെർവസ് സിസ്റ്റം അഥവാ കേന്ദ്ര നാഡീ വ്യൂഹത്തെക്കുറിച്ചാണ്. ഇവിടെ തന്നെ ഈ വീഡിയോയിൽ എസ് എ ടൈപ്പ് ആൻസറും കൊടുത്തിട്ടുണ്ട്. എല്ലാ യൂണിവേഴ്സിറ്റി സിലബസുകൾക്കും അനുയോജ്യമായ രീതിയിലാണ് അത് തയ്യാറാക്കിയിട്ടുള്ളത്. ജനറൽ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട തുടർ വീഡിയോകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോവുകയാണ്. എന്താണ് സെൻട്രൽ നെർവസ് സിസ്റ്റം അഥവാ കേന്ദ്ര നാഡീ വ്യൂഹം എന്ന് നമുക്ക് നോക്കാം. ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന സങ്കീർണമായ ഒരു ശൃംഖലയാണ് നാഡീവ്യൂഹം. ഇതിൽ രണ്ട് പ്രധാന ഭാഗങ്ങളുണ്ട്. ഇതിനെ കേന്ദ്ര നാഡീവ്യൂഹം എന്നും പെരിഫറൽ നാഡീവ്യൂഹം എന്നും പറയുന്നു. അതായത് സെൻട്രൽ നെർവസ് സിസ്റ്റമെന്നും പെരിഫറൽ നെർവസ് സിസ്റ്റമെന്നും നമ്മളതിനെ രണ്ടായിട്ട് തരംതിരിക്കാം. അതിലിനി സെൻട്രൽ നെർവസ് സിസ്റ്റം അഥവാ കേന്ദ്ര നാഡീവ്യൂഹം എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ കേന്ദ്ര നാഡീവ്യൂഹത്തിൽ ബ്രെയിൻ, സുഷുമ്നാ നാഡി ഇത് ഉൾപ്പെട്ടിട്ടുണ്ട്. തലച്ചോറും സ്പൈനൽ കോഡും. അപ്പോൾ കേന്ദ്ര നാഡീവ്യൂഹത്തിൽ ഈ രണ്ട് വിഭാഗമുണ്ട്, ബ്രെയിൻ ആൻഡ് സുഷുമ്നാ നാഡി, അതായത് സ്പൈനൽ കോഡ്. ഇന്ദ്രിയങ്ങളുടെ വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നതിനും ചലനങ്ങളെ നിയന്ത്രിക്കുന്നതിനും വിവിധ ശാരീരിക പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും ഉത്തരവാദിയായ ശരീരത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രമാണ് ബ്രെയിൻ. എന്താ ഒന്നുകൂടി മനസ്സിലാകണം. അതിൻ്റെ നോട്ട്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, അതുകൂടെ നോക്കുക. ഇന്ദ്രിയ വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യുക, അതുപോലെ തന്നെ ചലനങ്ങളെ നിയന്ത്രിക്കുക, പിന്നെന്താണ് വിവിധ ശാരീരിക പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും ഉത്തരവാദിയായ ശരീരത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രമാണ് ബ്രെയിൻ, അതായത് തലച്ചോറ്. ഇനി എന്താണ് സ്പൈനൽ കോഡ് അഥവാ സുഷുമ്നാ നാഡി എന്ന് നമുക്ക് നോക്കാം. തലച്ചോറിൻ്റെ അടിഭാഗം മുതൽ താഴത്തെ പുറം വരെ നീളുന്ന, തലച്ചോറിനും ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങൾക്കുമിടയിൽ സന്ദേശങ്ങൾ കൈമാറുന്ന നീളമുള്ള നേർത്ത ട്യൂബ് പോലുള്ള ഒരു ഘടനയാണ് സ്പൈനൽ കോഡ്. ഇനി ആ ബ്രെയിൻ സിസ്റ്റം വീണ്ടും നോക്കാം. ഈ ബ്രെയിൻ സിസ്റ്റത്തിന് നിരവധി ഭാഗങ്ങളുണ്ട്. ഇതിന് നമുക്ക് സെറിബ്രം, സെറിബെല്ലം, ഡൈൻസ്ഫെലോൺ എന്ന് മൂന്നായിട്ട് തിരിക്കാം. അതുപോലെ തന്നെ തലച്ചോറിൻ്റെ മറ്റു ഭാഗങ്ങളുണ്ട്. ഇതെല്ലാം നമുക്ക് ഒന്നുകൂടി നോക്കാം. അത് സെറിബ്രം തലച്ചോറിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ്. രണ്ട് അർദ്ധഗോളങ്ങളായി ഇടതും വലതുമായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. സെൻസറി വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നതിനും ചലനങ്ങളെ നിയന്ത്രിക്കുന്നതിനും ഉയർന്ന തലത്തിലുള്ള വൈജ്ഞാനിക പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നതും ഇതിൻ്റെ ഉത്തരവാദിത്വമാണ്. ഇത് ഈ സെറിബ്രമാണ് ചെയ്യുന്നത്. തലച്ചോറിൻ്റെ വലിയ ഭാഗമാണ്. ഇടതും വലതുമായിട്ട് രണ്ട് അർദ്ധഗോളങ്ങളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ എല്ലാ വിവരങ്ങളും പ്രോസസ്സ് ചെയ്യുന്നു, ചലനങ്ങളെ നിയന്ത്രിക്കുന്നു, വൈജ്ഞാനിക പ്രവർത്തനങ്ങളെ കൈകാര്യം ചെയ്യുന്നു. ഇത്രയും പ്രവർത്തനം സെറിബ്രത്തിൻ്റെയാണ്. സെറിബെല്ലം എന്താ ചെയ്യുന്നത്? തലച്ചോറിൻ്റെ അടിഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ സെറിബെല്ലം ചലനങ്ങൾ, സന്തുലിതാവസ്ഥ, ഭാവം എന്നിവയെ ഏകോപിപ്പിക്കുന്നു. ഡൈൻസ്ഫെലോൺ ചെയ്യുന്നത് തലാമസും ഹൈപ്പോതലാമസും ഉൾപ്പെടുന്ന തലച്ചോറിൻ്റെ ഒരു ഭാഗമായ ഡൈൻസ്ഫെലോൺ സെൻസറി വിവരങ്ങളെയും ശാരീരിക പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. തലച്ചോറിൻ്റെ മറ്റു ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ശ്വസനം, ഹൃദയമിടിപ്പ്, രക്തസമ്മർദ്ദം തുടങ്ങിയ അടിസ്ഥാന പ്രവർത്തനങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്ന ബ്രെയിൻ സ്റ്റെമ്മാണത്. അത് തലച്ചോറിന് മറ്റു ഭാഗങ്ങളായിട്ട് അത് ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അറിയാം ബ്രെയിൻ സിസ്റ്റത്തിൽ നിരവധി ഭാഗങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട സെറിബ്രം, സെറിബെല്ലം,
പിന്നെന്താണ് ഡൈൻസ്ഫലോൺ, പിന്നെ ബ്രെയിൻ സ്റ്റം. ഇത്രയുമാണ്. അത് നമ്മൾ കൂടെ ഓർക്കുക. കേന്ദ്ര നാഡീവ്യൂഹത്തിൽ ബ്രെയിനുണ്ട്, സുഷുമ്നാ നാഡിയുണ്ട് അല്ലേ? അപ്പോൾ ബ്രെയിൻ സിസ്റ്റത്തിൽ സെറിബ്രം, സെറിബെല്ലം, ഡൈൻസ്ഫലോൺ, പിന്നെ എന്താണ് ബ്രെയിൻ സ്റ്റം, ഇത്രയും ഉൾപ്പെടുന്നു. ഇനി കേന്ദ്ര നാഡീവ്യവസ്ഥയുടെ മറ്റു ഭാഗങ്ങൾ ഏതൊക്കെയാണ്? മെനിഞ്ചുകൾ, സെറിബ്രോസ്പൈനൽ ദ്രാവകം, അതായത് CSF തുടങ്ങിയ മറ്റ് ഘടനകളും സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ഉൾപ്പെടുന്നുണ്ട്. ഇത് തലച്ചോറിനെയും സുഷുമ്നാ നാഡിയെയും നിയന്ത്രിക്കുകയാണ്. അത് പുഷ്യം ചെയ്യുക എന്ന് നമ്മളതിനെ പറയാറുണ്ട്. പെരിഫറൽ നാഡീവ്യൂഹം എന്താണെന്ന് നോക്കാം. എന്താണ് പെരിഫറൽ നാഡീവ്യൂഹം? പെരിഫറൽ നെർവസ് സിസ്റ്റം എന്താണ്? സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന നാഡികളാണ് ഈ പെരിഫറൽ നാഡീവ്യൂഹത്തിൽ അടങ്ങിയിരിക്കുന്നത്. ഇതിനെ സോമാറ്റിക് നാഡീവ്യൂഹമെന്നും ഓട്ടോണമിക് നാഡീവ്യൂഹമെന്നും രണ്ടായിട്ട് തരംതിരിക്കാം. എന്താണ് ഈ സോമാറ്റിക് നാഡീവ്യൂഹം? സ്വമേധയാ ഉള്ള ചലനങ്ങളെ നിയന്ത്രിക്കുകയും സെൻസറി വിവരങ്ങൾ കൈമാറുകയും ചെയ്യുന്നത് സോമാറ്റിക് നാഡീവ്യൂഹമാണ്. ഓട്ടോണമിക് നാഡീവ്യൂഹം അഥവാ ANS എന്താണ്? ഹൃദയമിടിപ്പ്, ദഹനം, ശ്വസനം തുടങ്ങിയ സ്വമേധയുള്ള പ്രവർത്തനങ്ങളെയൊക്കെ ഈ ANS ആണ് നിയന്ത്രിക്കുന്നത്. ANSനെ നമുക്ക് സഹാനുഭൂതി നാഡീവ്യൂഹമെന്നും പാരാസിമ്പത്തറ്റിക് നാഡീവ്യൂഹമെന്നും എൻറ്ററിക് നാഡീവ്യൂഹമെന്നും തരംതിരിക്കാം. അപ്പം ആ സഹാനുഭൂതി നാഡീവ്യൂഹം പോരാട്ടം, പ്രതികരണം ഇതിനൊക്കെ ശരീരത്തെ തയ്യാറാക്കുകയാണ് അവർ ചെയ്യുന്നത്. പാരാസിമ്പത്തറ്റിക് ചെയ്യുന്നത് എന്താ? വിശ്രമവും പുനഃസ്ഥാപനവും പ്രോത്സാഹിപ്പിക്കുന്നു. ഇതൊക്കെ നമ്മൾ 10ാം ക്ലാസ് മുതൽ പഠിക്കുന്ന സാധനങ്ങളാണ്. എൻട്രിക് നാഡീവ്യൂഹം എന്താണ്? കുടലിൻ്റെ പ്രവർത്തനത്തെയും ദഹനത്തെയും നിയന്ത്രിക്കുന്നു. ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും സങ്കീർണവും അത്യാവശ്യമായ ഒരു സംവിധാനമാണ് നാഡീവ്യൂഹം. എന്താണ്? ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന സങ്കീർണവും അത്യാവശ്യവുമായ ഒരു സംവിധാനമാണ് നാഡീവ്യൂഹം. മനുഷ്യ ശരീരശാസ്ത്രത്തിൻ്റെ സങ്കീർണതകൾ മനസ്സിലാക്കുന്നതിന് അതിൻ്റെ ഘടനയും പ്രവർത്തനവും മനസ്സിലാക്കേണ്ടത് നിർണായകമാണ്. എല്ലാവർക്കും ഇത് നല്ലതുപോലെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ചില വേർഡുകൾ മനസ്സിലായില്ലെന്ന് വരാം. അത് വാട്സാപ്പ് ചെയ്യുക. അത് ഡീറ്റെയിൽസായിട്ട് വാട്സാപ്പ് മെസ്സേജ് ചെയ്യുന്നതാണ്. ഈ ടോപ്പിക്കിൽ നിന്നും പരീക്ഷയ്ക്ക് വരാവുന്നതും ഫുൾ മാർക്ക് അച്ചീവ് ചെയ്യാവുന്നതുമായ ഒരു എസ്സേ നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഈ വീഡിയോ ഏവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം എന്നും പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.